മോമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ റെസിപ്പീസൊക്കെ കണ്ട് ഇഷ്ടമായിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഒത്തിരി അഭിപ്രായങ്ങൾ പറയാറുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇന്ന് മമ്മ എന്തൊക്കെയോ പുതിയ പുതിയ പാചക പരീക്ഷണങ്ങളിലാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. എന്ത് ഡിഷാന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്തൊക്കെയോ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. അങ്ങനെ പറഞ്ഞ ആൾ രാവിലെ തന്നെ കിച്ചണിൽ നിന്ന് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. എല്ലാ ദിവസവും നമ്മളിങ്ങനെ കുക്കിംഗ് വീഡിയോ കണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഡിഫറൻസ് ആയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ കാണുമ്പോൾ അത് നിങ്ങൾക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ ഈ ലാസ്റ്റ് സൺഡേ ഒരു കൊച്ചു യാത്ര പോയിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 28 ഒക്ടോബർ 2018 നമ്മുടെ മൊമ്മയുടെ വീട്ടിലേക്ക് നമ്മളൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. തിരുമറയൂർ എന്ന കൊച്ചു സുന്ദര ഗ്രാമമാണത്. എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഈ കൊച്ചു സുന്ദര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഒത്തിരി നല്ല ഗ്രാമീണ ബ്യൂട്ടീസൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ബ്യൂട്ടീസൊക്കെ കാണിച്ചിട്ട് ഒരു വട്ടം ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ആ വ്ളോഗിൻ്റെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ അവിടുത്തെ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരു കുഞ്ഞ് വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് തീർച്ചയായിട്ടും ഇഷ്ടമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടോ, എത്ര ശാന്തസുന്ദരമായ പ്രദേശമാണെന്ന് നോക്കിയേ. കൊയ്ത്തു കഴിഞ്ഞു കിടക്കുന്ന പാടത്തിൻ്റെ നടുക്കൂടെ കുറച്ച് പൊക്കത്തായിട്ട് വാഹനങ്ങൾ പോകുന്ന റോഡ്, നിറയെ പച്ച പുതച്ച മരങ്ങൾ. ആഹാ, എത്ര സൈലൻ്റാണ്. അതെ, ഇതാണ് തിരുമറയൂർ. വീട്ടുമുറ്റത്ത് തന്നെ അതിഥികളെ വരവേൽക്കാനായിട്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന കോളാമ്പി പൂക്കൾ. എത്ര ഭംഗിയാണല്ലേ, നല്ല മഞ്ഞ നിറമുള്ള പൂക്കൾ. ശരിക്കും എൻ്റെ ഒരു ഇമാജിനേഷനിൽ ഒരാളുടെ സ്മൈലിംഗ് ഫേസിന് തുല്യമാണ് പൂക്കൾ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി കാണപ്പെടുന്ന ഒരു ഫ്രൂട്ടാണിത്, പപ്പായ. അതെല്ലാവർക്കും അറിയാലോ. എന്നാൽ ഈ പപ്പായ ഉണ്ടല്ലോ, എത്ര പേരുകളിലാണ് ഓരോ നാട്ടിലും അറിയപ്പെടണേന്നോ. കപ്പളം, കപ്പളങ്ങ, ഓമയ്ക്ക, കപ്പയ്ക്ക, കൊപ്പയ്ക്ക, അങ്ങനെ ധാരാളം പേരുകളുണ്ട് ഇവയ്ക്ക്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എ, സി തുടങ്ങി ധാരാളം ഗുണങ്ങൾ പപ്പായയിൽ അടങ്ങിയിരിക്കുന്നു. പച്ച പപ്പായ കൊണ്ട് പച്ചടി, തോരൻ, അങ്ങനെ പല വിധത്തിലുള്ള കറികൾ നമ്മൾ മലയാളികൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ. പഴുത്തു കഴിഞ്ഞാലോ അതൊരു ഫ്രൂട്ടായിട്ട് നമ്മൾ കഴിക്കുന്നു. ഫ്രൂട്ട് സലാഡിൽ വരെ നമ്മൾ പപ്പായ കഷ്ണങ്ങൾ ഇടാറുണ്ട് അല്ലേ. ഇതെന്ത് പഴം അത്? ആണോ? എനിക്ക് വലിയ പിടിയില്ല. ഇവന്റെ പേരെന്താണെന്നറിയോ? കണ്ടാലൊരു നേന്ത്രക്കൊലയുടെ ലുക്കൊക്കെ ഉണ്ടല്ലേ. പക്ഷെ ഇവനാണ് മെഴുകുതിരിപ്പൂവൻ. ശരിക്കും ഇത് മൂത്ത് പഴുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ കയ്യിൽ വിരലിൻ്റെ ഒക്കെ വണ്ണേ ഉണ്ടാവുള്ളൂ, ഒരു മെഴുകുതിരി പോലെ. അതാണ് അവന് മെഴുകുതിരിപ്പൂവൻ എന്ന പേര് വരാൻ കാര്യം. ഇഞ്ചിയെ പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. നമ്മുടെ മിക്ക കറികളിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇഞ്ചി. ഇഞ്ചി ചെടി വളർന്നു നിൽക്കണുണ്ടോ? മണ്ണിനടിയിൽ വളരുന്ന ഒരു കിഴങ്ങാണ് ഇഞ്ചി. ഈ ചെടി പാകാകുമ്പോൾ പറിച്ചിട്ട് അതിൻ്റെ കിഴങ്ങായ ഇഞ്ചി നമ്മൾ കറികളിലൊക്കെ ഉപയോഗിച്ചു വരുന്നു. ഇഞ്ചി പ്രത്യേക തരത്തിൽ ഉണക്കിയെടുക്കുന്ന ചുക്ക് ആയുർവേദത്തിലെ മിക്ക ഔഷധങ്ങളിലും ഒരു പ്രധാന ചേരുവയാണ്. ഹായ്, ദേ പച്ചമുളക് ചെടി. നമുക്ക് എല്ലാ ദിവസവും വേണ്ട ഒരു പച്ചക്കറിയല്ലേ പച്ചമുളക്. വിത്ത് പാകി മുളപ്പിച്ചാണ് പച്ചമുളക് കൃഷി ചെയ്യുന്നത്. നമ്മൾ നട്ട് നന്നായിട്ട് പരിപാലിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇതുപോലെ ധാരാളം ഉണ്ടാവുകയും ചെയ്യും. കറികൾക്ക് ആവശ്യമായിട്ടുള്ള മുളക് അപ്പം തോട്ടത്തിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കുകയും ചെയ്യാം. ഇതുണ്ടായി കിടക്കണ കാണാനും നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ പച്ചമുളകിൻ്റെ കൃഷി. 1-2 ചുവടായിട്ട് നമുക്ക് ചെടിച്ചട്ടികളിൽ വരെ നടാവുന്നതാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 2 ചുവട് പച്ചമുളക് ചെടിയിൽ നിന്ന് നമുക്ക് കിട്ടും. അത് തീർച്ചയാണ്. വൈറ്റമിൻ എ, സി, കെ തുടങ്ങിയ ഒട്ടേറെ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ട. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഇത് ധാരാളം ഉണ്ടാവുകയും ചെയ്യും. പെട്ടെന്നൊരു നേരത്തെ കറി ഉണ്ടാക്കണമെങ്കിൽ 2 ചോട് വെണ്ട ഉണ്ടെങ്കിൽ സുഖ വഴി. വെണ്ടയ്ക്ക ഉപയോഗിച്ച് സ്വാദിഷ്ടമായ മെഴുക്ക് പുരട്ടി, തീയൽ, സാമ്പാർ, മൊപ്പാസ് വരെ ഉണ്ടാക്കാം.
ഇതാണ് തേരകത്തിൻ്റെ ഇല. ഈ ഇലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഇലയുടെ മുകൾ ഭാഗം നല്ല അരം പോലെയാണ് ഇരിക്കുക, ഒട്ടും മിനുസം ഉണ്ടാവില്ല. ഈ ഇല ഉപയോഗിച്ചാണ് പണ്ടൊക്കെ മീൻ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. മംഗോസ്റ്റിൻ പഴത്തിൻ്റെ ചെടിയാണിത് കേട്ടോ. ഇപ്പം നട്ടിട്ടേ ഉള്ളൂ. ഇത് വളർന്ന് മരമായി കഴിഞ്ഞതിന് ശേഷമേ കായ്ഫലുണ്ടാകൂ. വളരെ രുചികരമായ പഴങ്ങളാണിവ. മംഗോസ്റ്റിൻ്റെ തോട് എപ്പോഴും നല്ല ഹാർഡായിട്ടൊരു ഡാർക്ക് വയലറ്റ് പർപ്പിൾ കളറിലൊക്കെ ആയിട്ട് ഇരിക്കുക. അത് തുറന്ന് അതിൻ്റെ ഉള്ളിലാണ് പഴങ്ങൾ ഇരിക്കുന്നത്. പണ്ടൊക്കെ ഗ്രാമപ്രദേശത്തെ വീടുകളിൽ മസ്റ്റായിട്ടുണ്ടായിരുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി ചെടിയും അതിൻ്റെ പൂക്കളുമൊക്കെ. അലങ്കാര സസ്യമായിട്ടും ചെമ്പരത്തിയുടെ പൂവ് ഇലകളൊക്കെ ഇടിച്ച് പിഴിഞ്ഞുണ്ടാക്കുന്ന താളി കേശ സംരക്ഷണത്തിനും വളരെ പ്രസിദ്ധമാണ്. ചില സ്ഥലങ്ങളിൽ ചെമ്പരത്തി ഉപയോഗിച്ച് ചായ വരെ ഉണ്ടാക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. നല്ല രസമല്ലേ ചുവന്ന കളറിലുള്ള പൂ കാണാനായിട്ട്? നല്ല ഭംഗിയാണ് നിറച്ചുണ്ടായിട്ട് നിൽക്കുമ്പോൾ. ഞാൻ കടയിൽ ഇരിക്കണ കണ്ടിട്ടുണ്ട് വയലറ്റ് ക്യാബേജ്. എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഇരിക്കണം. നാട്ടിൻപുറത്തെ മറ്റൊരു കാഴ്ചയാണ് തെങ്ങും കരിക്കും ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടമാണോ കരിക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കരിക്ക്. എത്ര കഴിച്ചാലും എനിക്ക് മതി വരാത്ത ഒന്നാണ് ഇളം കരിക്ക്. ഇത് കണ്ടോ, ഇത് ഗൗളിത്തെങ്ങ് എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണ തേങ്ങയേക്കാൾ കുറച്ച് വലിപ്പം കുറവായിരിക്കും, ഒരു ലൈറ്റ് ഓറഞ്ചിഷ് കളറൊക്കെ ആയിരിക്കും. കണ്ടോ, ഇതുപോലെ ഇരിക്കും ഈ ഗൗളിത്തെങ്ങിൻ്റെ തേങ്ങ എന്ന് പറഞ്ഞാൽ. കണ്ടോ, ഒരു ഗൗളിത്തേങ്ങയുടെ സൈസ് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ കഴിക്കാനായിട്ടൊരു കരിക്ക് പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. ഈ ഗൗളിത്തേങ്ങ ലൈറ്റ് ഓറഞ്ചിഷ് കളറും ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ കളറും ഉണ്ട്. അത് അപ്പുറത്ത് നിപ്പുണ്ട്, ഞാനതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കരിക്കിൻ്റെ വെള്ളവും കരിക്കും ഒക്കെ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. നീ ഗ്ലാസ് എടുത്തല്ലോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഹോ, ആ നാടൻ കരിക്കിൻ്റെയും വെള്ളവും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഇത് കണ്ടോ, നല്ല കറക്റ്റ് പാകം കൂടിയായിരുന്നു. പണ്ട് കാലത്ത് വീടുകളിൽ നെൽകൃഷിയൊക്കെ ഉള്ളപ്പോൾ നെല്ല് പുഴുങ്ങാനെടുക്കുന്ന വലിയൊരു പാത്രമാണിത്. പണ്ട് ഉപയോഗിച്ചിരുന്ന ചെമ്പ് പാത്രം പോലെ തന്നെ പുതുമയുള്ള ഒരു പാത്രമാണിത്. ഏകദേശം 12 പറയോളം നെല്ല് ഇതിൽ പുഴുങ്ങുന്നു ഇപ്പോഴും. ദേ, നമ്മുടെ ഇന്നത്തെ താരം വന്നു. ഇവനാണ് റോക്കി. റോക്കിയുടെ ഒറ്റക്കൊരയിലാണ് ഇവിടെ നേരം വെളുക്കുന്നത് കേട്ടോ. ഇവന്റെ കളിയും ചിരിയും സ്നേഹവും കൊച്ചു കൊച്ചു പിണക്കങ്ങളും എല്ലാം ഞങ്ങളുടെ ജീവിതത്തോട് വളരെ അടുത്ത് നിൽക്കുന്നു. കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് അവനിപ്പോ.